വലിയ പൊസിഷനും എല്ലാമുണ്ട്. മക്കളെക്കുറിച്ച് ഭയങ്കര അഭിമാനമായിരുന്നു. ഇത് കേട്ടതോടുകൂടി അവരൊന്ന് തളർന്നു പോയി. ഊണില്ല, ഉറക്കില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങനെ ഈ തോമസ് പോൾ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ധ്യാനോടനുണ്ട്, അവിടെ പോയാൽ ആളെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്? ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല സ്ഥലത്ത് തന്നെ വന്നു, കൃത്യസമയത്ത് തന്നെ വന്നു. ഇതിന് ഒരു വഴിയുള്ളത് ഇങ്ങനെയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ മറ്റു മതത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവളുടെ ജ്ഞാനമില്ലായ്മ കൊണ്ടാണ്. എന്തില്ലായ്മ കൊണ്ടാണ്? ജ്ഞാനമില്ല. മാമോദീസ എന്താണെന്നോ ക്രിസ്ത്യാനി എന്താണെന്നോ എന്നുള്ളതിൻ്റെ ജ്ഞാനമില്ലായ്മയാണ് ഒരു വശം. അതിൻ്റെ മറ്റൊരു വശം, നമ്മൾ അവളെ പഠിപ്പിച്ച് വലിയ ആളാക്കി കാശുണ്ടാക്കി കാരിയർ ബിൽഡിങ്ങും സ്റ്റാറ്റസും ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ മാതാപിതാക്കളായ നമ്മൾക്ക് സാധാരണ ബുദ്ധി. നമ്മൾ അവർക്ക് കുഞ്ഞായിരുന്നപ്പോൾ ഒരു വചനം പറഞ്ഞു കൊടുക്കുകയോ ദൈവത്തിൻ്റെ ജ്ഞാനം കൊടുക്കുകയോ പ്രാർത്ഥന പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാണ്ട് അവരെ വലിയ വലിയ ഹോസ്റ്റലുകളിലും സായിപ്പന്മാരുടെ പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ അവരെ പറഞ്ഞു വിട്ട് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു അവസ്ഥ ഇതാണ്. ഓക്കെ, ഇപ്പം അത് കുറ്റമായിട്ടല്ല പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് എന്താണ് തെറ്റ് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലേ തിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. യേശയ്യ 59-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവനും അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു വഴിയാണ്. ഞാനൊരു പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നണേ, വീണ്ടും പറയുകയാണ്. യേശയ്യ 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എല്ലാവരും ഒന്ന് തുറന്ന് ഉച്ചത്തിൽ വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യണേ. ഈ വചനത്തിൽ നമുക്ക് കാണാം, അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇത് കർത്താവാണ് പറയണേ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കില്ല. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതെൻ്റെ ഉടമ്പടിയാണ് നിങ്ങളുമായിട്ടുള്ള. എന്താണ് ഉടമ്പടി? നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്. അപ്പോൾ ഇത് ചുമ്മാ ഒരു ഒറ്റവചനമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വരാം. ഇത് യേശയ്യ 59-ആണ്. അപ്പോൾ ഈ യേശയ്യയിലെ ഒരു വചനം വായിക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കണം ഏത് ചാപ്റ്ററിലാണ്. ആ ചാപ്റ്റർ രക്ഷാകര പദ്ധതിയുടെ ഏത് ഭാഗത്തിലാണ് അവിടെ പറയുന്നത്. യേശയ്യ 42 മുതൽ 53 വരെയുള്ള അധ്യായങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും 53-ൽ അവസാനിച്ചു. 54 മുതൽ ഉത്ഥാനവും ഉത്ഥാനത്തിന് ശേഷമുണ്ടാകുന്ന ദൈവരാജ്യത്തിൻ്റെ വിശാലമായ പ്രവർത്തനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് മുഴുവൻ. ആ രീതിയിൽ കാണാം. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ വിശാലമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഇതാണ്, ഞാൻ നീയുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധമാണ്. നമ്മൾ കേട്ടായിരുന്നു എന്താണ് ഉടമ്പടി എന്നുള്ളത്. എന്താ ഉടമ്പടി? നമ്മളെപ്പോഴും പറയണല്ലേ ഉടമ്പടി, ഇതെൻ്റെ ഉടമ്പടി, ഇതെൻ്റെ ഉടമ്പടി, ഉടമ്പടി. ഇപ്പോൾ ഞാൻ ധൃതി പിടിച്ച് പോകാൻ കേട്ടോ, സമയമില്ലാത്തതിൻ്റെ പേര്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഒരു കരാറാണ്, കോൺട്രാക്റ്റാണ്, എഗ്രിമെൻ്റാണ്. അല്ല, ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്ക വിവാഹം പോലെ ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ടു എന്നതാണ് വിവാഹം, ഇല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? എൻ്റെ ജീവൻ ഞാൻ അവൾക്ക് കൊടുക്കുകയും അവളുടെ ജീവൻ അവൾ എനിക്ക് തരികയും ഈ രണ്ട് ജീവനും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. ഈ രണ്ട് ജീവനും ക്രിസ്തുവിൽ ഒന്നായി പരസ്പരം ലയിച്ചു ചേർന്നിരിക്കുന്നു. ഇറ്റ് ഈസ് മിങ്കിൾഡ്. ഇനി എനിക്കോ അവൾക്കോ ഇത് മാറ്റാൻ പറ്റില്ല. അതാണ് ഉടമ്പടി ബന്ധം.
ആ ഉടമ്പടി ബന്ധമെന്ന നമ്മുടെ വിവാഹത്തിൻ്റെ ഉടമ്പടി വരുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ടാണ്. ദൈവവും മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ്, ആ ഉടമ്പടി ബന്ധമാണ് ദൈവവുമായിട്ട് നമുക്കുള്ളത്. ഇതാണ് മറ്റു മതങ്ങളുടെ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. മറ്റു മതത്തിലുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശബരിമലയ്ക്ക് പോകണ അയ്യപ്പന്മാരുടെ മാതിരി നമ്മളാരെങ്കിലും കഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഈ ഉപവസിക്കുന്ന മുസ്ലിം സഹോദരന്മാർ എത്ര നാൾ 40 ദിവസമൊക്കെ അവർ, പക്ഷേ അവരതെല്ലാം ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് കിട്ടിയാൽ കിട്ടി, കണ്ടാൽ കണ്ടു, ദൈവത്തിനെ ദർശിച്ചാൽ ദർശിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് കർത്താവ് നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന എൻ്റെ ജീവനാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ശരീരവും രക്തവും എന്ന് പറഞ്ഞാൽ എന്തായി? എൻ്റെ ജീവൻ. ഇത് നവീനവും സനാതനവുമായ എൻ്റെ ഉടമ്പടിയിലുള്ള രക്തമാകും, നിങ്ങളിത് വാങ്ങി. അപ്പോൾ ആ ഉടമ്പടി പ്രകാരം ദൈവം തന്നെ ദൈവത്തെ നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ ആത്മാവുമായിട്ട് ഒന്നായി ചേരുന്നു. അതാണ് മണവാളൻ മണവാട്ടിയായിട്ട് നമ്മൾ ഒന്നായിരിക്കുന്നു. ഇനി നമ്മളെ ആർക്കും ഈ ബന്ധത്തിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. ഇതാണ് ആദ്യമേ മുതൽ കർത്താവിൻ്റെ പദ്ധതി, ഞാൻ നിങ്ങളുമായിട്ടുള്ള ഒരു ഉടമ്പടി. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ കൈമാറ്റമാണ്, ജീവൻ്റെ ലയനമാണ്. നമ്മൾ കൃപയെക്കുറിച്ച് ചിന്തിച്ചു. എന്താണ് കൃപ? കൃപ പറഞ്ഞോ? കൃപ എന്താണ്? ദൈവീകത, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. അത് ഉടമ്പടിയുടെ ഭാഗമാണത്. ഇനി ഒന്നും കൂടി 59:21 വായിച്ചേ. ഞാനും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടി ഇതാണ്, നിന്നിലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകയില്ല. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് അതിൻ്റെ അവസാനം ഒന്നും കൂടി ഒരു സിഗ്നേച്ചർ ഇട്ടേക്കണ മാതിരിയാണ്, സൈൻ ചെയ്ത് സ്റ്റാമ്പ് അടിച്ചേക്കാണ്. ഇത് കർത്താവാണ് പറയണത്. അപ്പോൾ ഞാൻ ഈ മാതാപിതാക്കളോട് ഈ വചനം പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളുടെ ആത്മാവിൽ കർത്താവുണ്ട്. കർത്താവ് അതിനുള്ളൊരു വഴി കാണിച്ചു തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് അവൾ നമ്മുടെ രക്തമാണ്. അവൾ എവിടെ പോകാനാണ്? അപ്പം ഇതാദ്യം മാതാപിതാക്കൾക്ക് ഈ ഒരു കോൺഫിഡൻസ് വേണം. അവൾ നമ്മുടെ മക്കളാണ്. ആ മക്കൾ ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ രക്തബന്ധത്തും ഇപ്പോഴും ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ രക്തബന്ധത്തിൽ നമ്മുടെ ആത്മാവിലൂടെ ഒഴുകുന്ന ദൈവവചനം നമ്മുടെ ആത്മാവിൽ വന്നാൽ അത് അവിടെ പൊങ്ങും. അതെവിടെ പൊങ്ങും? അവരുടെ ആത്മാവിൽ പൊങ്ങും. കാരണം നമ്മുടെ ആത്മാവും അവരുമായിട്ട് രക്തബന്ധമുണ്ട്. അപ്പം ആ ഉടമ്പടി പ്രകാരമുള്ള ഒരു കണക്കാണത്. അപ്പം അങ്ങനെയാണ് ദൈവരാജ്യം വിസ്തൃതമാകുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാണ്. ചേന്നമംഗലത്താണ് എൻ്റെ നാട്. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് ചേന്നമംഗലം ഇല്ലേ? പറഞ്ഞു. അവിടെ ആയിരുന്നു ഏറ്റവും വലിയ മുസ്ലിം അല്ല യഹൂദ സിനഗോഗ്. 150ഓളം യഹൂദ കുടുംബങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ വയ്ക്കണ കാലത്തും ഉണ്ടായിരുന്നു കുറേ കുടുംബങ്ങൾ. എൻ്റെ അപ്പൂപ്പൻ അവിടുത്തെ വലിയ ഒരു വൈദ്യനായിരുന്നു. അപ്പോൾ ഈ യഹൂദ കുടുംബങ്ങളെല്ലാം ഈ കൊച്ചുതോമൻ വൈദ്യൻ്റെ അടുത്താണ് ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ വരുമ്പോഴെല്ലാം അവർക്ക് സംസാരിക്കാനുള്ളത് മുഴുവനും ദൈവവചനമാണ്, അവരുടെ പഴയ നിയമം. പക്ഷെ നമ്മൾക്ക് അന്നത്തെ കാലത്ത് ബൈബിൾ ആരുടെയും കയ്യിലില്ല.
മാത്രമല്ല ആരുടെ കയ്യിലും ബൈബിൾ വയ്ക്കാനുള്ള പെർമിഷനും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇവരോട് സംസാരിക്കാൻ ബൈബിൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട്, അത് പഠിക്കുന്നതും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അപ്പൂപ്പൻ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, അരമനയിൽ പോയി തിരുവേനിയോട് പറഞ്ഞിട്ട് ലിഖിതമായ ഒരു പെർമിഷനോട് കൂടി ഒരു ബൈബിള് ഒച്ചുതോമൻ വൈദ്യന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ഇത് ഭയങ്കര ഒരു രഹസ്യമായ നിധി കിട്ടിയേക്കണ പിള്ളേരെ കൊണ്ട് ആരെ കൊണ്ട് തൊടിക്കാണ്ട് ഇങ്ങനെ വായിച്ച് ഇത് മുഴുവനും പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ മക്കളോടും പറഞ്ഞു, ഒരധ്യായം വായിക്കാതെ അത്താഴമില്ല. അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെ എൻ്റെ അപ്പനൊക്കെ ഒരധ്യായം, അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ഇരിക്കും, അതിനകത്ത് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ ഉടനെ തിരുത്തും. ഇപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നന്മറിഞ്ഞറിയ സ്വസ്തി, അപ്പോൾ ഉടനെ പറയും നന്മറിഞ്ഞറിയെന്നല്ല പറയണ്ടേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയടാന്ന് പറയും. ഇങ്ങനെ കറക്ഷൻ തന്ന് പഠിപ്പിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? ഈ വചനവും ആത്മാവും ഈ അപ്പൂപ്പൻ്റെ അകത്ത് നിറഞ്ഞു. അത് അടുത്ത തലമുറയിൽ നിറഞ്ഞു. അത് അതിൻ്റെ അടുത്ത തലമുറയിൽ നിറഞ്ഞു. ഇനി എൻ്റെ അടുത്ത തലമുറയെക്കുറിച്ച് ഞാനൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ലല്ലോ. എൻ്റെ മകളും അവളുടെ ഭർത്താവും ഇവിടുന്ന് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് അവർ ഉപരിപഠനത്തിന് പോയത് തിയോളജി പഠിക്കുകയാണ് ചെയ്തത്. അവർ വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ വലിയൊരു മുതൽക്കൂട്ടാണ്. അവർ ദമ്പതികളായിട്ട് തിയോളജിയിൽ ഉന്നത ബിരുദം എടുത്തിട്ടുള്ള ഒരു കൂട്ടരാണവർ. 10 വർഷത്തോളം അവർ തിയോളജി പഠിച്ചു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ ജോലി ചെയ്തുകൂടെ, നിങ്ങൾക്ക് കാശുണ്ടായിക്കൂടെ? അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജോലിയൊക്കെ ചെയ്ത് 10-20 വർഷം, ഈ തലമുടി പോയതല്ലാണ്ട് എനിക്കൊരു നേട്ടമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ തരം താഴ്ത്തൊന്നുമല്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. കാശ് കിട്ടി, കാശ് ചിലവായി. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് സമ്പാദ്യം വല്ലതും ഉണ്ടോ ഇന്നത്തെ കാലത്ത്? വാസ്തവത്തിൽ മണ്ടത്തരമാണ്. നമ്മൾ ടാറ്റയ്ക്കും ബിർളയ്ക്കും വേണ്ടി ജോലി ചെയ്ത് അവരൊക്കെ കാശുണ്ടാക്കി, നമ്മളുടെ അധ്വാനം മുഴുവനും പോയി. ഇതൊക്കെ ഭയങ്കര അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തി, എന്തിനാണ് അവരെയൊക്കെ പഠിപ്പിച്ച് വലിയ ആൾക്കാരാക്കി, ഡോക്ടറാക്കി, എൻജിനീയറാക്കി, കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റാക്കി. അവർ കാശുണ്ടാക്കി, അവരവരുടെ പാട്ടിന് പോയി. ഇപ്പം എല്ലാം സമ്പന്നതയായി കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് വേണോ? പിന്നെ പള്ളി വേണോ? അപ്പം എന്തിനാണ് ഈ കന്യാസ്ത്രീ മഠങ്ങൾ, ഈ അച്ഛന്മാരും കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ പഠിപ്പിച്ചത്? അപ്പം ചോദ്യചിഹ്നമാണിതെല്ലാം. എന്താ പഠിപ്പിച്ചത്? ബോട്ടണി, ഫിസിക്സ്, സുവോളജി, ബയോളജി, കെമിസ്ട്രി. ദൈവത്തെക്കുറിച്ച് വല്ലതും പഠിപ്പിച്ചോ? എന്താ കർത്താവ് വിശ്വസിച്ച് പറഞ്ഞേക്കണത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണേ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. ഇപ്പം കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ വചനത്തിൽ മാത്രം ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു ഓണററിയും ഇല്ല, ഒരു സ്റ്റൈഫൻഡ് ഇല്ല, ഒരു പോക്കറ്റ് മണി ഇല്ല, ഒരു ശമ്പളമില്ല. എവിടെ നിന്ന് അടുത്ത മാസം ഞാൻ ജീവിക്കും എന്ന് എനിക്ക് ഇന്നറിയില്ല. അങ്ങനെ 25 വർഷമായി. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ഒറ്റ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നു. അതിനകത്തൊരു സെൻറ്റൻസ് ഇതാണ്: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. നീ അവരെക്കാൾ ശ്രേഷ്ഠനാണെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടുന്നതിന് മുമ്പ് നിനക്ക് ഭക്ഷണം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ ജ്ഞാനം അവർക്ക് കൊടുത്തോ? അതിനുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതി നമുക്കുണ്ടോ? 10ാം ക്ലാസ്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു കുട്ടി എൻട്രൻസിന് മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്താണ് ആ കുട്ടിക്കുള്ള ജ്ഞാനം? നമ്മൾ പഠിക്കുന്നത് മുഴുവനും സ്കോർ ചെയ്യാനും പരീക്ഷ പാസ്സാവാനും ജോലി കിട്ടാനുമാണ്, ജ്ഞാനം കിട്ടാൻ വേണ്ടി അല്ല.
രണ്ട് തരത്തിലുള്ള ജ്ഞാനമാണുള്ളത്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനവും. സൃഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനമൊന്ന്, സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മളീ പഠിപ്പിക്കുന്നതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞതെല്ലാം സൃഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനവും കൂടി പഠിക്കണം, അറ്റ്ലീസ്റ്റ് കൂടി. മനുഷ്യൻ അപ്പം കൊണ്ടല്ല, മനുഷ്യൻ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ നൽകുന്ന അനശ്വരം, ഇതൊക്കെ കർത്താവ് പറഞ്ഞെന്ന് വേണ്ടി ഇവിടെ 2000 വർഷമായിട്ട് നമ്മൾ എന്തുട്ടാ ചെയ്തേ? 5000-ഓളം പാരിഷുകളുണ്ടെങ്കിൽ അതിന് 6000-ഓളം സ്കൂളുകളുണ്ട്. നമുക്ക് ട്രെയിനിങ് കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്, ഹോം സയൻസ് കോളേജുകളുണ്ട്. എന്നാൽ ഒറ്റ ബൈബിൾ കോളേജ് പോലുമില്ല. വചനം പഠിക്കാനോ കുടുംബജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാനോ ദൈവത്തെക്കുറിച്ചുള്ള വെളിവ് കിട്ടാനോ. വാസ്തവത്തിൽ ഈ എമ്മാവൂസാണ് ഒരു അൽമായർക്ക് വേണ്ടിയുള്ള ഒരു ഫോർമേഷൻ സെൻറ്റർ. ഒരു വിധത്തിൽ പറയാം, പരിശുദ്ധാത്മാവ് തന്നെ ഈ 125 ധ്യാന കേന്ദ്രങ്ങളും ഉണ്ടാക്കിയത് ഒരുതരം വചനം പഠിപ്പിക്കുന്ന സ്കൂളുകളാണെന്ന് വിചാരിക്കാം. ഇതൊന്നും പോരാ. ഓരോ രൂപതയ്ക്കും ഇതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? സ്ഥലമില്ലാഞ്ഞിട്ടാണോ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? പഠിപ്പിക്കാൻ കഴിവുള്ള വൈദികരും സിസ്റ്റേഴ്സും അൽമായരും ഇല്ലാഞ്ഞിട്ടാണോ? എന്തോ എവിടെയോ ഒരു മിസ്സിങ് ഇല്ലേ? എന്താ മിസ്സിങ്? ജ്ഞാനമില്ലാഞ്ഞിട്ടാണ്. ആർക്ക് ജ്ഞാനമില്ലാഞ്ഞിട്ട്? നമ്മൾ ദൈവജനം. നമ്മളെന്താ ആദ്യം ചോദിക്കുക? അങ്ങനെ ഒരു കോളേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പഠിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാ? നമുക്ക് എന്ത് ശമ്പളം കിട്ടും? എവിടെ ശമ്പളം കിട്ടും? എന്ത് ജോലി കിട്ടും? ഈ ജോലിക്ക് വേണ്ടി അല്ലാതെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം പഠിക്കണം. എനിവേ, ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു സമയം വരും, ഓരോ രൂപതയിലും ഒരു ബൈബിൾ കോളേജും. ഇതിനെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നാളെ തന്നെ തുടങ്ങാം. നമ്മുടെ എന്തോരം കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അവിടെ തന്നെ ഒരു വൈകുന്നേരം ഈവനിങ് ക്ലാസ് എങ്കിലും നമുക്ക് ബൈബിൾ പഠന പദ്ധതിയായിട്ട് തുടങ്ങിക്കൂടെ? ചില സ്ഥലത്തൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇല്ലില്ല, ഇത് കേക്ക്. ഇതൊക്കെ എനിക്കിതൊന്നും പറയാൻ അറിഞ്ഞൂടാ അധികം. പക്ഷെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്ന് അവരുടെ അർത്ഥം. മനസ്സിലായോ? പ്രാർത്ഥിച്ച് തുടങ്ങുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓക്കെ, ഞാനിത് പറഞ്ഞു കഴിയട്ടെ ഈ സബ്ജക്റ്റ്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യമാണ് പ്രശ്നം. മാതാപിതാക്കളുടെ വേദനയാണ്. അവരെ ഈ പറഞ്ഞ മാതിരി ചെയ്യാൻ ആരംഭിച്ചു. വെളുപ്പിനെണീറ്റ് ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുക, എന്നിട്ട് ഈ വചനം മനസ്സിൽ ഓർക്കുക. ഏത്? ഏഷ്യ 59:21. എന്താ അതിൽ പറയുന്നത്? ഞങ്ങൾ ഈ വായിക്കുന്ന ജ്ഞാനത്തിൻ്റെ വചസ്സുകൾ ഞങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിറയും. ഞങ്ങളിൽ നിറഞ്ഞാൽ അത് ഞങ്ങളുടെ മകളിലേക്ക് നിറയും കർത്താവ്. അങ്ങനെ അവളുടെ അറിവില്ലായ്മ കൊണ്ട് വന്നു പോയതാണ്. അതുകൊണ്ട് അവളോട് കരുണയായിരിക്കണം. അവളെ അങ്ങ് സ്നേഹിക്കും മനസ്സിൽ. എന്നിട്ട് അവൾക്ക് വേണ്ടി ഇതങ്ങ് വിട്ടുകൊടുക്കുക അവളുടെ ഉള്ളിലേക്ക്. ഇവർക്ക് ഭയങ്കര അപലാതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, വലിയ ആൾക്കാരാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, ബ്രദറെ ഇതുവരെ ഒന്നും ആയില്ലല്ലോ, അവൾ വിളിക്കണ പോലുമില്ല. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇത് ഷുവർ സക്സസ്സാണ്. നമ്മൾ വിജയിച്ച പട്ടാളമാണെന്ന് വിചാരിക്കണം. നമ്മൾ തോക്കണ ആൾക്കാരല്ല. നിങ്ങൾ തുറന്നോ. 2 ആഴ്ചയും കൂടി കഴിഞ്ഞപ്പോഴേ അവൾ ഇവരെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കണേ? ഇത്ര ചോദിച്ചോളൂ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞു. കാരണം എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു ഉത്തരം കിട്ടണില്ല.
ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൾക്ക് ഇപ്പോൾ സംശയമായിരിക്കണു. എന്ത് ചെയ്യണമെന്നുള്ളത് അവൾക്ക് സംശയമായിരിക്കണം. അവൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേറെ വല്ല ഉത്തരവുണ്ടോ? നിങ്ങളെന്താ അവളെ കെട്ടാൻ പറയോ? നിങ്ങൾ പറയേണ്ടത്, നീ ഒരു ക്രിസ്ത്യാനിയാണ്, നിനക്ക് വേണ്ടി കർത്താവ് ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ മതം മാറി അങ്ങോട്ട് പോവുക എന്നുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള പദ്ധതി. അതൊക്കെ പറയാം, ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് നടക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. നല്ല ഉറപ്പ്. അല്പം പോലും സംശയം നമ്മൾ വിട്ടുകൊടുക്കരുത്. അവർ പറഞ്ഞു. ഇവർ പ്രാർത്ഥന ശക്തിപ്പെടുത്തി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പെട്ടിയും കിടക്കായിട്ട് വീട്ടിലോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരുപാട് പേർക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും വളരെ വിജയകരമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾക്ക്, പക്ഷെ എന്നിരുന്നാലും ചിലതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം തന്നെയാകാം. ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും ചിലർ കർത്താവ് ഇങ്ങനെ. അപ്പം നമ്മൾക്ക് ഒരിക്കൽ അമേരിക്കയിലുള്ളൊരു നമ്മുടെ മലയാളി ക്രിസ്ത്യാനി ചേച്ചി പറയാണ്, എൻ്റെ 2 മക്കളും നിരീശ്വരവാദികളാണ്. ഞാൻ അവരോട് പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ വഴക്കടിക്കും. രാത്രിയിൽ ഭക്ഷണത്തിനിരുന്നാൽ അവർ പറയും ദൈവമില്ല, അങ്ങനെയില്ല, അങ്ങനെയില്ല. അവസാനം ഞാൻ പറയും, എടി മക്കളെ, നിന്നെയൊക്കെ ഞാൻ പെറ്റതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മരത്തോടും ഒന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലത്ത് തന്നെ നിങ്ങളൊക്കെ വിശ്വാസത്തിൽ വരണം ഞാൻ കാണൂടി. ഇതാണ് അമ്മ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അയ്യോ അവർ നിരീശ്വരവാദി ആകെ പോകുമെന്നല്ല വിചാരിക്കേണ്ടത്. അവരെവിടെ പോയാലും നമ്മുടെ രക്തമാണ് അവർ. അവരുടെ ആത്മാവുമായിട്ട് നമ്മൾ ചൂണ്ടക്കുളത്തിട്ടിരിക്കുകയാണ്. എന്താ ചൂണ്ടക്കുളത്തിൻ്റെ അർത്ഥം? ചൂണ്ടക്കുളത്ത് ഒരു പ്രാവശ്യം കുളത്തിയാൽ പുറത്തു വരില്ല. ഇതൊക്കെ ഞാൻ ദർശനത്തിൽ കണ്ടിട്ടുള്ളതാണ്. ചൂണ്ടക്കുളത്തിൻ്റെ ആ പ്രത്യേകത ഇല്ലേ, അത് കൊളുത്തിയാൽ പിന്നെ പുറത്തു വരില്ല. അങ്ങനെ നമ്മളും നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളുമായിട്ടൊരു കുളത്തുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഈ ദൈവത്തിൻ്റെ ജ്ഞാനം അവരിലേക്ക് നിറയാൻ. മതി തോന്നില്ലേ? ജ്ഞാനത്തെക്കുറിച്ച് ഇത്രയും മതിയില്ലേ? 2 ദിവസം മുഴുവനും പറയാനുള്ള വകുപ്പുണ്ട് ജ്ഞാനം. പക്ഷെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ CD മേടിച്ചോ, വേറെ ധ്യാനത്തിൻ്റെ അത് കേട്ടിട്ട്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ച് ഇങ്ങനെ വായിച്ച് ജ്ഞാനം തരണം. രാവിലെ വെളുപ്പിന് എണീറ്റ് പ്രാർത്ഥിക്കണം. നാളെ വെളുപ്പിന് 4 മണിക്ക് എന്നോടൊപ്പം എണീക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനൊരു എഗ്രിമെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ വിളിച്ചുണർത്തുന്ന മാതിരി നിങ്ങൾക്ക് തോന്നും. 4 മണിക്ക് ആരോ നിങ്ങളെ ഉണർത്തുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. എത്ര പേർക്ക് അങ്ങനെ വേണം? 4 മണിക്ക് ഞാൻ നിങ്ങളെ ഉണർത്തും, അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉണർത്തും. നിങ്ങൾ മസിൽ പിടിച്ചാൽ ഒന്നും നിൽക്കില്ല അവിടെ. റെഡി? എന്നാൽ ഒന്ന് കൈ ഉയർത്തി. ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് വരാൻ പോവുകയാണ്. ഇതൊരു കവനൻ്റ് മാതിരിയാണ്. ഇത് നടപ്പാവും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ കരമുയർത്തിയിരിക്കുന്ന എല്ലാവരും നാളെ രാവിലെ 4 മണിക്ക് ഞാൻ എണിക്കണോടൊപ്പം തന്നെ ഇവരും എണിക്കുകയും ഇവർ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവാചകരാകുകയും ചെയ്യുന്നതിന് കർത്താവേ, ഇപ്പോൾ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഐക്യപ്പെടുത്തണേ. പരിശുദ്ധാത്മാവേ ഇതങ്ങ് നടത്തണേ. പ്രൈസ് ദി ലോർഡ്. സാധാരണഗതിയിൽ 4 മണി എന്ന് പറഞ്ഞാൽ 3:45 മുതലേ പരിശുദ്ധാത്മാവ് വിളിക്കാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് റെഡി ആയിക്കോ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ, അപ്പോൾ ജ്ഞാനസ്നാനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ജ്ഞാനസ്നാനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വായിച്ചായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു പിടിയില്ല. കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള ധ്യാനമൊക്കെ എൻ്റെ അകത്ത് കിടക്കണോണ്ട് എവിടെ എന്താ പറഞ്ഞതെന്ന്. ജ്ഞാനസ്നാനത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞു ഞാൻ. കുറച്ച് പറഞ്ഞായിരുന്നു. പ്രധാനമായിട്ട് സകല പാപങ്ങളും മുറിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി. പുതിയ സൃഷ്ടിയായി എന്നുള്ളത് മനസ്സിലായി. നമ്മളിലൊരു മുദ്ര കുത്തിയിട്ടുണ്ടെന്നുള്ളതും മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ
പാപവിമോചനം എന്ന് പറയുമ്പോൾ ഈ ഉത്ഭവ പാപത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞു, എത്ര വലിയ പാപികളിലും ദൈവമുണ്ടെന്ന്, ഇല്ലേ? പറഞ്ഞില്ലേ? ഇത് വാസ്തവമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ പാപിയായിരിക്കുന്നത്? ഈ ദൈവത്തിനെ സ്നേഹിക്കുകയോ ദൈവത്തിൻ്റെ ശക്തിയിലൂടെ വിശ്വസിക്കുകയോ ചെയ്ത് ഈ പാപത്തിനെ ഉന്മൂലനം ചെയ്യാൻ അവൻ സഹകരിക്കുന്നില്ല. അതാണ് അഗസ്തീനോസ് പറയുന്നത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ദൈവം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ നീ ആ ദൈവത്തിനെ സ്നേഹിക്കണം. ഒന്ന്, ആ ദൈവത്തിൽ വിശ്വസിക്കണം. രണ്ട്, ഇത്രയും ചെയ്താൽ ആ ദൈവം നമ്മുടെ പാപത്തെ നമ്മളിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പ്രവൃത്തി ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മളിൽ എക്കണോമൈസ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന പെട്രോൾ കിട്ടുമോ? പെട്രോൾ അടിക്കണമെങ്കിൽ പെട്രോൾ പമ്പിൽ പോകണം. എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിലൂടെയാണ് പെട്രോള് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അരി മേടിക്കണോ? റേഷൻ കടയിൽ പോകണം. അപ്പോൾ റേഷൻ കട എന്ന് പറയണത് അരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ്. എന്ന പോലെ രക്ഷ കിട്ടണോ? യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ഫ്രീ റേഷൻ കടയാണ്, ഒരു കാശും കൊടുക്കണ്ട. പക്ഷെ റേഷൻ കാർഡ് കാണിക്കണം. എന്താ റേഷൻ കാർഡ്? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഇത്രേ ഉള്ളൂ. നീ സ്നേഹിക്കണ്ടോ? എന്നാൽ ഇതാ എനിക്കുള്ളതൊക്കെ നിനക്കുള്ളത്. നമ്മൾ വിചാരിക്കും ഇത്ര എളുപ്പമാണോ കാര്യങ്ങൾ? ഇതില്ലേ ബ്രദർ പറയണ കേട്ട് കഴിഞ്ഞാൽ ആര് നരകത്തിൽ പോകില്ലെന്നാണ് തോന്നണേന്ന്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, ബ്രദർ ഈ പറയണ കേട്ട് കഴിഞ്ഞാൽ ആര് നരകത്തിൽ പോകില്ല എന്നാണല്ലോ തോന്നണേ. എന്താ നിങ്ങളുടെ ആഗ്രഹം? എന്താ? കുറച്ച് പേര് പോകണമെന്നാണോ ആഗ്രഹം? എന്താ നിങ്ങളുടെ ആഗ്രഹം? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ആ വചനം വെച്ചുകൊണ്ട് പറഞ്ഞേ. എന്താ നിങ്ങളുടെ ആഗ്രഹം? ഒന്ന് പറഞ്ഞേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും രക്ഷനെ അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സർവാധിപനായ ദൈവം ഇത് ആഗ്രഹിച്ചാൽ നടത്താതിരിക്കുമോ? ഇപ്പം ഞാൻ ഈ ബോയ് ജീസസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അതും പണിയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയയാണ്. അത് 2 പ്രാവശ്യം പറയുമ്പോഴാണ് അത് കൂടുതൽ വളരണേ. ഈ ഈശോയെ, കുഞ്ഞീശോ, ഉണ്ണീശോ വീട്ടിൽ അമ്മയെ അപ്പനെയൊക്കെ സഹായിച്ച് ചെറിയ ചെറിയ അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ സഹായിച്ചുകൊണ്ട് നടക്കണ നേരത്ത് അവരുടെ വീട്ടിൽ ഒരു കോഴിയും 5-10 കുഞ്ഞുങ്ങളുണ്ട്, ഒരു കോഴിക്കൂടും കുഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ വീടിൻ്റെ പുറവശത്തുണ്ട്. അപ്പോൾ ഈ ബോയ് ജീസസ്, ഉണ്ണീശോ ഈ കോഴിക്കുഞ്ഞുങ്ങളിലൊക്കെ ഇട്ട് കളിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് തള്ളക്കോഴി കുഞ്ഞിന് തീറ്റ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തള്ളക്കോഴിയുടെ കൂടെ പോയി. അപ്പോൾ തള്ളക്കോഴി ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു പരുന്ത് പറന്നിറങ്ങണം. ഉടനെ തള്ളക്കോഴി കുക്കൂ എന്നൊരൊച്ച എടുത്ത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചെന്ന് തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ. ഇതൊക്കെയാണ് യേശുവിന് ബാല്യകാലത്തുണ്ടായ ജ്ഞാനം. അതുകൊണ്ടാണ് പിന്നീട് പറയണത്, പെടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ജെറൂസലേമേ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളെ കണക്ട് ചെയ്യുകയും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഈ തള്ളക്കോഴിയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോയി അങ്ങനെ ഇരിക്കും. ഒരു കുഞ്ഞ് പോയില്ല. ഒരു കോഴിക്കുഞ്ഞ് അവിടെ പുറത്ത് നിൽക്കണം. അത് ഓടണില്ല, അത് അവിടെ നിൽക്കണം. തള്ളക്കോഴി കൊക്കോ 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 എന്ന് പറയുന്നുണ്ട്, പക്ഷേ കുഞ്ഞനങ്ങണില്ല. പരുന്തതേ വന്നു. ഈശോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരുന്ത് ആ കുഞ്ഞിനെ റാഞ്ചാൻ വന്നപ്പോഴേക്കും ഈശോ അങ്ങ് പറന്ന് ചെയ്തിട്ട് ആ കൊച്ചിനെ ഇങ്ങോട്ട് കുഞ്ഞു കോഴീനെ കയ്യിലെടുത്തു. പ്രൈസ് ദി ലോർഡ്. കറക്റ്റാണോ സന്ദേശം? ഇതാണ് രക്ഷ. അപ്പോൾ അതുപോലെ അപ്പോൾ എന്തിനാണ് നമ്മളത് പറഞ്ഞത്?
നമ്മൾ ഒരാത്മാവിനെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകാൻ കർത്താവ് വിട്ടുകൊടുക്കുവോ? ഇതുപോലെ ഒരു വെല്ലുവിളിയാണ് കർത്താവിനുള്ളത്. ഇങ്ങനെ ഒരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ മാത്രമേ നമുക്ക് സുവിശേഷവൽക്കരിക്കാം. നമുക്ക് സുവിശേഷം പ്രഘോഷണവും കരിസ്മാറ്റിക് പ്രാർത്ഥനയൊക്കെ ഈ ഒരു ആശയം നമുക്കുണ്ടാകണം. നമുക്ക് നേടണം, എല്ലാവരെയും നേടണം. മറിച്ച് നമ്മൾ ദർശനത്തിൽ അവിടെ പാപം, ആ പാപം, ഈ പാപം, എന്തെല്ലാം പാപം ഉണ്ടായിക്കോട്ടെ, കർത്താവ് ഈശോ മിശിഹ അതിനെല്ലാം കീഴടക്കി അവരെ നേടും. അപ്പോൾ പാപം മനുഷ്യനിൽ ഉണ്ടായിരിക്കെ ദൈവം അവനിലുണ്ട് എന്നതാണ് രഹസ്യം. അതിൻ്റെ ഉത്ഭവം മനസ്സിലാകാൻ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല കയറ്റത്തിൽ 3-ാം അധ്യായം ഇങ്ങനെയാണ്: ദൈവം എല്ലാവരിലുമുണ്ട്, ഏറ്റവും വലിയ പാപിയിലുമുണ്ട്. പക്ഷേ അവന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. നിരീശ്വരവാദിയിലും ദൈവമുണ്ട്. ഓക്കെ, ഇതിനെ മനസ്സിലാകാൻ എളുപ്പത്തിൽ ഞാൻ പറയാൻ പോകും. എവിടെ വെച്ചാണ് പാപമുണ്ടായത്? ഇവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഇടാമോ? എല്ലാവരും മുഖം ഒന്ന് കാണട്ടെ. എവിടെ വെച്ചാണ് പാപമുണ്ടായത്? എവിടെ വെച്ചാണ് ആദവും ഹവ്വയും പാപം ചെയ്തത്? ഏദേൻ തോട്ടത്തിൽ വെച്ചാണ്. ഏദേൻ തോട്ടത്തിൽ കർത്താവ് ഉണ്ടായിരുന്നോ ഇല്ലയോ? കർത്താവിൻ്റെ ഭവനമാണത്, ഇല്ലേ? അതായത് പാപം ചെയ്യാൻ പിശാച് പുറത്തു കൊണ്ടുപോയോ അവരെ? ഇനി എങ്ങനെയാണ് പാപം ചെയ്തത്? പിശാചിൻ്റെ പ്രലോഭനത്താലാണ് പാപം ചെയ്തത്. അപ്പം ഈ പ്രലോഭകൻ എങ്ങനെ ഏദേൻ തോട്ടത്തിൽ കയറി? എങ്ങനെ അവൻ ഏദേൻ തോട്ടത്തിൽ കയറി? ദൈവം അനുവദിച്ചത് കൊണ്ടല്ലേ? സംശയമായില്ലേ? ദൈവം സർവാധിപനാണ്. ദൈവം നമുക്ക് മനസ്സിലായി. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. സൃഷ്ടാവറിയാതെ സൃഷ്ടിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെയാണ് ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദൈവം അറിഞ്ഞുകൊണ്ടും അനുവദിച്ചതുകൊണ്ടും മനുഷ്യന് ദൈവം തുടങ്ങിയിരിക്കുന്ന ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ അതെ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ദൈവം അതിൽ നിന്ന് അവരെ തടയാതിരുന്നത്? 412 ഖണ്ഡികയിൽ പറയുന്നത് ഇതാണ്. 412 ഖണ്ഡിക, അത് നീ പാടാലോ. 412 ഖണ്ഡികയിൽ പറയുന്നത് ഒന്ന് വായിച്ചോളൂ. എന്നാൽ എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലെയോ മറുപടി പറയുന്നു: പിശാചിന്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിന്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്: തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആഹാ, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, തുറന്ന് വായിക്കാം. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അതിലേറെ വർദ്ധിച്ചു. മനസ്സിലായോ?
പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അതിലേറെ വർദ്ധിച്ചു. റോമർ 5:20. ഇനി അടുത്ത് വെക്കുന്നത് ശ്രദ്ധിക്കണേ. റോമൻ ആരാധനാക്രമത്തിലെ എക്സോൾട്ടഡ്, അതായത് വായിച്ചോളൂ, അത് ശേഷം വായിച്ചോ. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദ ഗീതത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു: ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. അതായത് ഈ ഉയർപ്പ് ശനിയാഴ്ച രാത്രി, ഉയർപ്പ് ഞായറാഴ്ച ആ നൈറ്റ് വിജിലിൽ ആ അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇരുണ്ട് നിറഞ്ഞു കിടക്കുന്ന ദേവാലയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശവുമായിട്ട് വരുമ്പോൾ, വൈദികൻ പ്രൊസഷനായിട്ട് വരുമ്പോൾ പാടുന്ന ആഹ്ലാദ ഗീതമാണ് എക്സോൾട്ടഡ് എന്ന് പറയുന്നത്. ആ ഗീതത്തിലെ ഒരു വരി ഇങ്ങനെയാണ് പാടുന്നത്: ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്നിയൊഴിച്ച ശിക്ഷകളും ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൽ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പാടാമോനെ, ഒന്നുകൂടി പാടിയേ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൽ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. ആകയാൽ രക്ഷകനാഗമി